ഹലോ, കരിയറിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്കായിട്ടുള്ള അടിപൊളിയൊരു അവസരമാണ് നമ്മളിന്ന് ഈ എക്സ്പ്ലെയിനറിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഗ്രൂപ്പോസിനിറ്റ് ഇന്ത്യയിലെ ഫുൾ സ്റ്റാക്ക് ജാവ ഡെവലപ്പർ റോളിലേക്കാണ് ഈ പുതിയ ഓപ്പണിംഗ്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടെക് ഹബ്ബുകളിലൊന്നായ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ ജാവ സ്കില്ലുകൾ ഉപയോഗിക്കാൻ നിങ്ങൾ റെഡിയാണോ? അതെ, നിങ്ങളുടെ കരിയർ ഗ്രാഫ്സ് തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു മികച്ച ഫുൾ ടൈം റോളാണിത്. ആദ്യം തന്നെ ഓപ്പറേറ്റീവ് പ്രൊഫൈൽ. ഒരു കോഡർ എന്നതിലുപരി കൃത്യമായി എന്തൊക്കെയാണ് ഈ റോളിൽ അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ നമ്പറിലേക്കൊന്ന് ശ്രദ്ധിക്കൂ, 3. അതെ, ഈ റോളിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം 3 വർഷത്തെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. വെറും തിയറി പഠിച്ചവരെയല്ല, മറിച്ച് യഥാർത്ഥ പ്രോജക്ട്സുകൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യം. ഇനി കോർ ടെക് സ്റ്റാക്ക് നോക്കാം. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന നിലയിൽ നിങ്ങളുടെ സാങ്കേതിക ആയുധപുരയിൽ എന്തൊക്കെയുണ്ടാകണം എന്ന് പരിശോധിക്കാം. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ ഇതൊരു കംപ്ലീറ്റ് ഫുൾ സ്റ്റാക്ക് പൊസിഷനാണ് എന്നതാണ്. അതായത് കരുത്തുറ്റ ഒരു ബാക്ക് എൻഡ് നിർമ്മിക്കാനും നിങ്ങൾക്ക് കഴിയണം, അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായ ഒരു ഫ്രണ്ട് എൻഡ് കൈകാര്യം ചെയ്യാനും അറിയണം. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളെയാണ് അവർ അന്വേഷിക്കുന്നത്. ബാക്ക് എൻഡിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് നോക്കാം. സ്കേലബിളായ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ ജാവ 8, സ്പ്രിംഗ് ബൂട്ട് എന്നിവയിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ, പിന്നെ റെസ്റ്റ്ഫുൾ APIകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവും വളരെ അത്യാവശ്യമാണ്. ഡാറ്റാബേസ് കാര്യങ്ങളിലേക്ക് വന്നാൽ ഒറാക്കിൾ, SQL സെർവർ, MySQL എന്നിവ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിസ്റ്റം എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്ത് നിർത്താൻ ഡോക്കർ ബേസ്ഡ് എൻവയോൺമെന്റ്സ്, ലോഗ് മാനേജ്മെന്റ്, ജൂണിറ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റിംഗ് എന്നിവ നിർബന്ധമാണ്. ഇനി ഫ്രണ്ട് എൻഡും അതിനപ്പുറവും എന്തൊക്കെയെന്ന് നോക്കാം. ബാക്ക് എൻഡ് മാത്രം സ്ട്രോങ് ആയാൽ പോരല്ലോ, യൂസേഴ്സ് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഇന്റർഫേസ് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബാക്ക് എൻഡ് കോഡ് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് മികച്ച വെബ് ഇന്റർഫേസുകൾ നിർമ്മിക്കുക എന്നതും. അതുകൊണ്ട് HTML5, CSS, ജാവാസ്ക്രിപ്റ്റ്, jQuery, Ajax എന്നിവ ഉപയോഗിച്ച് ഡൈനാമിക് ആൻഡ് റെസ്പോൺസീവായ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇതുകൂടാതെ നിങ്ങൾക്ക് ചില എക്സ്ട്രാ സ്കില്ലുകളുണ്ടെങ്കിൽ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരിക്കും കേട്ടോ. റിയാക്ട്, ആംഗുലർ അല്ലെങ്കിൽ Vue.js പോലുള്ള മോഡേൺ ഫ്രെയിംവർക്കുകൾ, ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ, CI/CD പൈപ്പ്ലൈനുകൾ, പിന്നെ സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് എന്നിവ അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വലിയൊരു മുൻഗണന ലഭിക്കും. അടുത്തതായി പ്രവൃത്തി പരിചയവും സോഫ്റ്റ് സ്കില്ലുകളും. നോക്കൂ, മികച്ച കോഡ് എഴുതാൻ അറിയാം എന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു കംപ്ലീറ്റ് ഡെവലപ്പർ ആകുന്നില്ല. വർക്ക് പ്ലേസിലെ മറ്റു ചില ഹ്യൂമൻ എലമെന്റുകൾ കൂടെ ആവശ്യമാണ്. ഇതിൽ പ്രധാനമായും വേണ്ടത് ഒരു നല്ല ടീം പ്ലെയർ ആയിരിക്കുക എന്നതാണ്. ടെക്നിക്കലായതും അല്ലാത്തതുമായ മറ്റ് ടീം അംഗങ്ങളുമായി വളരെ മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാവരുമായി ചേർന്ന് വർക്ക് ചെയ്യുക എന്നത് പ്രൊജക്റ്റിന്റെ വിജയത്തിന് വളരെ നിർണായകമാണ്. പിന്നെ എപ്പോഴും ഒരു ഫാസ്റ്റ് പേസ്ഡായ അജൈൽ വർക്ക് എൻവയോൺമെന്റിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സ്കില്ല് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്യാനും ജോലിയുടെ ഓണർഷിപ്പ് ഏറ്റെടുക്കാനുമുള്ള കഴിവ്, ടൈം ലൈൻ പാലിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻ്റായി പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് കമ്പനി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ടെക്നോ പാർക്ക് ഹബ്ബ്. ഈ ജോലിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT പാർക്കുകളിലൊന്നായ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ പെരിയാർ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഗ്രൂപ്പോസിനിറ്റ് ഇന്ത്യയുടെ ഓഫീസുള്ളത്. ഈ വാക്കുകൾ ശരിക്കും ടെക്നോ പാർക്കിന്റെ ആ ഒരു വൈബ് കൃത്യമായി കാണിക്കുന്നതാണ്. അവിടുത്തെ അന്തരീക്ഷം അത്രത്തോളം ഊർജ്ജസ്വലമാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും നിങ്ങളുടെ കരിയർ ഗ്രോത്തിനും പറ്റിയ ഏറ്റവും മികച്ച ഒരു വർക്ക് പ്ലേസ് തന്നെയായിരിക്കും ഇത്. അവസാന ഘട്ടം അഥവാ ഡിപ്ലോയ്മെന്റ്. കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റോളിന് അപേക്ഷിക്കാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയെന്ന് നോക്കാം. മറക്കരുത്, സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2026 ജൂൺ 25 അപേക്ഷിക്കാനുള്ള ഫേം ഡെഡ്ലൈൻ. അവസാന നിമിഷത്തെ തിരക്കുകൾ ഒഴിവാക്കാൻ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായി റെസ്യൂമെ careers@gruposonit.com എന്ന ഇമെയിലിലേക്ക് അയക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ടെക്നോ പാർക്കിന്റെ വെബ്സൈറ്റോ കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റോ സന്ദർശിക്കാം. അപ്പോൾ ചോദിക്കട്ടെ, ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന നിലയിൽ ഇത് നിങ്ങളുടെ കരിയറിലെ അടുത്ത വലിയ കമ്മിറ്റ് ആയിരിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.